മരണസംഖ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 290ലേക്ക് ഉയരാനുള്ള സാധ്യത നമുക്ക് എന്താണെങ്കിലും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അതിനൊക്കെ ഔദ്യോഗിക സ്ഥിരീകരണം സർക്കാരിന്റെ ഭാഗത്ത് വരേണ്ടതുണ്ട്. കാരണം പല വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളെയൊക്കെ ഇതിനോടകം തന്നെ ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞ് വ്യക്തമായിക്കൊണ്ട് വിവരങ്ങൾ ഹോസ്റ്റലിൽ നിന്നും മെസ്സിൽ നിന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിമിഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്ക്, കൃത്യമായ കണക്ക് പുറത്തേക്ക് വരും. ആ സംഖ്യ ഉയരുകയാണെങ്കിൽ അത് കൂടുതൽ വേദനിപ്പിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വിമാനം തകർന്ന് 241 പേർ മരിക്കുമ്പോൾ ഈ വിമാനം തകർന്ന് വീണ ഹോസ്റ്റൽ, മെസ് അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അവിടുത്തെ ജീവനക്കാർക്കൊക്കെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുക എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ട്രോമാ സെന്ററിൽ 12 വിദ്യാർത്ഥികൾ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം കൂടിയുണ്ട്. എന്താണെങ്കിലും മരണസംഖ്യ ഉയരുകയാണെങ്കിൽ തീർച്ചയായും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, കൂടുതൽ വേദനിപ്പിക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ നമ്മൾ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിവിൽ ഹോസ്പിറ്റലിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മേഖലയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം, അതായത് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾ കൈമാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നത് നമ്മൾ കാണാം. ഇതിനോടൊപ്പം തന്നെ 4 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് ബന്ധുക്കൾ കൈമാറിയത്. ഇനിയിപ്പോൾ പഞ്ചാബിലേക്കടക്കം മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി പ്രത്യേക പെട്ടികളിലൊക്കെയായി ആ മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഇവിടെ നിന്ന് ആംബുലൻസിൽ എയർപോർട്ടിലെത്തിക്കുക, അവിടെ നിന്ന് പഞ്ചാബിലേക്ക് വിമാനമാർഗം എത്തിക്കാനുള്ള നടപടിയാണ് തുടരുന്നത്. അതും വിദ്യാർത്ഥികൾ PG സ്റ്റുഡൻസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.